ഇസ്രായേലിൽ നിന്നാണേ. നമുക്ക് റോസ്മേരി ചെടിയുടെ കുറച്ച് ഗുണങ്ങളൊന്ന് നോക്കിയാലോ? അതോടൊപ്പം തന്നെ ഈ റോസ്മേരി ഓയിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടിയിഴകളെ സംരക്ഷിക്കുന്നതെന്നും മുടിക്ക് ഗ്രോത്ത് നൽകുന്നതെന്നും നമുക്ക് നോക്കാം. ഇനിയും ഞാൻ എങ്ങനെയാണ് റോസ്മേരി ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം ഞാൻ റോസ്മേരി ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി റോസ്മേരി പിച്ചുന്ന ചെറിയൊരു തോട്ടവും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾക്ക് ധാരാളമായി കിട്ടുന്ന ഒരു ചെടിയാണ് റോസ്മേരി ചെടി. മുടിയുടെ സ്വാഭാവിക വളർച്ചാ ഗുണങ്ങൾ ആസ്വദിക്കുവാനും ശക്തവും ആരോഗ്യകരവുമായ മുടികൾ നിലനിർത്തുവാനും നമുക്ക് റോസ്മേരി ഓയിൽ ദിവസവും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തലയോട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അവിശ്വസനീയമായ ഗുണങ്ങൾക്ക് പേരുകേട്ട പ്രകൃതിദത്ത പ്രതിവിധി കൂടിയാണ് ഈ റോസ്മേരി ഓയിൽ. തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് ആരോഗ്യകരമായ മുടി വളർച്ചയെ ഇവ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മുടിവേരുകൾ ശക്തമാക്കി കൊഴിച്ചിലുകൾ കുറയ്ക്കുവാനും ഈ ഓയിൽ ഗുണകരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലെ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൻ ഗുണങ്ങളൊക്കെ താരന്, തലയോട്ടിയിലുണ്ടാകുന്ന അണുബാധ എന്നിവയെ ചേർത്ത് നിർത്തി മുടി വളർച്ചയ്ക്ക് ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു തരുന്നു. ഇനിയും ഇത് അകാലനരയെ ചെറുക്കുവാൻ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായതിനാൽ മുടിയിഴകളെ സംരക്ഷിച്ച് അകാലനരയുണ്ടാകാതെ സംരക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുടിയുടെ ഇലാസ്തികതയെ മെച്ചപ്പെടുത്തിയിട്ട് മുടിപൊട്ടലൊക്കെ ഒന്ന് കുറച്ച് തന്നിട്ട് മുടിയിഴകളെ ശക്തിപ്പെടുത്തുന്നതിനും നമുക്ക് പതിവായി നമ്മുടെ ഈ റോസ്മേരി ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ റോസ്മേരി ഓയിൽ തയ്യാറാക്കുന്ന വിധം നോക്കാം. കുറച്ച് റോസ്മേരി ഇലകൾ മാത്രം മതി. ആ കിളിർന്ന തണ്ടുകൾ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്തി ചതച്ച് വെച്ചിരിക്കുന്ന ഉലുവകളുമുണ്ട്. ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ഞാൻ ഓയിൽ തയ്യാറാക്കുന്നത്. ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന ഓയിൽ ഞാൻ തയ്യാറാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും മെൽറ്റാകാൻ വേണ്ടി വെളിച്ചെണ്ണ ഞാൻ പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി റോസ്മേരിയുടെ കിളിർന്ന ഇലകൾ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കഴുകി ഒരു ശകലം പോലും വെള്ളം ഇരിക്കാതെ നല്ല രീതിയിൽ തന്നെ തോർത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ കിളിർന്ന തണ്ടുകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ആവശ്യത്തിന് ഉലുവ. ഞാൻ കുറച്ച് ഉലുവ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു രാത്രി മുഴുവൻ കുതിർത്തിട്ട് ചതച്ചെടുത്ത ഉലുവയാണ്. അപ്പോൾ ഇനിയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു 45 മിനിറ്റ് തൊട്ടിട്ട് 60 മിനിറ്റ് വരെ നമുക്ക് ഇത് ഇവിടെ വെച്ചിരിക്കാം. ഓയിൽ വറ്റിപ്പോകത്തില്ല, പക്ഷേ വെള്ളം വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഓയിൽ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിൻ്റെ ഇലയുടെ കളറുകളൊക്കെ ഇതിലേക്ക് ഇറങ്ങി ഒരു പച്ച കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ല സുഗന്ധവുമാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കുവാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇതാ നോക്കിക്കേ, നല്ല കളറിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഈ ഒരു കളറാണ് ഈ ഓയിലിന് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ആറിക്കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഉണങ്ങിയ ഒരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിലേക്ക് നമുക്കിതിനെ പകർത്തി വെക്കാം. ഇനി ഞാൻ എങ്ങനെയാണ് തലമുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ തന്നെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ 3 ദിവസം. ആഴ്ചയിൽ 3 ദിവസമാണ് ഞാനിവിടെ ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ദിവസങ്ങളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഡെയിലി ഞാൻ ഷാമ്പു ഉപയോഗിക്കാറില്ല. ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഷാമ്പു ഉപയോഗിക്കാറുള്ളൂ. നിങ്ങൾക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ മൈല്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. റോസ്മേരി ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതിലൂടെ എൻ്റെ തലമുടിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ എന്ന് ചോദിച്ചാൽ തലമുടിക്ക് തിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 6 മാസക്കാലമായിട്ട് ഞാൻ റോസ്മേരി ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്കാൽപ്പുകളിൽ കൊഴിഞ്ഞു പോയ ഇടങ്ങളിലൊക്കെ തലമുടി ചെറുതായിട്ട് കിളിർത്ത് വരുന്നതും കാണുവാൻ കഴിയുന്നുണ്ട്. ഇനിയും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, നരം ഉള്ള മുടിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു ഡിമ്മാകുന്ന അവസ്ഥ, അതായത് വൈറ്റ് കളറ് ഒരു ചെറിയ ഗ്രേഷിലേക്ക് മാറുന്നു എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തപ്പെടുന്നില്ല. ഇതൊക്കെയാണ് എനിക്കുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗ്രാമത്തിലെ ഒരു റോസ്മേരി തോട്ടമാണ്. ഞാൻ
എപ്പോഴും പോയി റോസ്മേരി തണ്ടുകൾ കട്ട് ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്നാണ്. ഇവിടെ കർഷകരാണ്, അവരിവിടെ സെയിലിന് വേണ്ടി റോസ്മേരി തോട്ടമാക്കി സംരക്ഷിക്കുന്നുണ്ട്. നന്നായിട്ട് പൂത്ത് തളിർത്ത് നിൽക്കുന്ന റോസ്മേരി ചെടികളാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഒരു ഗാർഡൻ തന്നെയാണ്. ഇവിടെ നമ്മൾ സ്ഥിരം കാണുന്നത് നമ്മുടെ കർഷകരുടെ ഗ്രാമമായതിനാൽ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇങ്ങനെയുള്ള ഔഷധ ചെടികളും ഒക്കെ നമുക്കിവിടെ സുലഭമായി കിട്ടും, നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാട്ടിലെ നമ്മുടെ റോസ്മേരി ചെടികളുടെ പ്രത്യേകതകളൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിലും ഈ റോസ്മേരി ചെടികൾ ഇപ്പോൾ സുലഭമായി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിലും ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് നമുക്ക് ഫുഡിൽ മണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എസൻഷ്യൽ ഓയിലുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പെർഫ്യൂമുകൾക്കായിട്ട് ഈ റോസ്മേരി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ തണ്ട് അല്ലെങ്കിൽ ഒരു ഇലയൊന്ന് പിച്ചി ഒന്ന് മണർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രമാത്രം സൗരഭ്യമാണ് ഇതിനെന്നുള്ളത്. അപ്പോൾ നമ്മൾക്കിവിടെ 3 കളറുകളിലുള്ള റോസ്മേരി ചെടികൾ കാണാൻ കഴിയും. വൈറ്റ് കളറുണ്ട്, ലൈറ്റ് വയലറ്റ് ഉണ്ട്, ഡാർക്ക് വയലറ്റ് ഉണ്ട്. അപ്പം മറ്റ് കളറിലെ റോസ്മേരി ചെടികളുണ്ട് എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം വീണ്ടും ആശംസിക്കുന്നു.